ഹായ് ഓൾ. എപ്പോഴും പേരൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും അവരുടെ കുട്ടികളുടെ ബിഹേവിയർ മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് കുട്ടികളുടെ ബിഹേവിയർ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ചലഞ്ചിങ് ബിഹേവിയേഴ്സിൻ്റെ പുറകിലുള്ള റീസൺസ് എന്താണെന്ന് എല്ലായ്പ്പോഴും പേരൻസ് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ഇതെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസ് പറയുന്ന ഏറ്റവും കൂടുതൽ കൺസേൺസിലെ ചില കാര്യങ്ങളായിരിക്കും. എപ്പോഴും എൻ്റെ കുട്ടി ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ സെയിം കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കുന്നു, കയ്യിൽ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് പിടിച്ചുകൊണ്ടേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ കണ്ടാൽ, ചിലപ്പോൾ ഒരു കല്യാണ വീടായിരിക്കാം, ഒരു മാളായിരിക്കാം, അവൻ കൺട്രോൾ ഇല്ലാതെ ഓടി നടക്കുന്നു, അല്ലെങ്കിൽ അവൻ എപ്പോഴും സ്ക്രീം ചെയ്യുന്നു. ഇതൊക്കെ ആയിരിക്കും എപ്പോഴും പേരൻസ് പറയുന്ന കുറച്ച് കംപ്ലയിൻസ്. സോ കുട്ടികളെ കാണിക്കുന്ന എല്ലാ ബിഹേവിയറിന് പുറകിലും ഒരു റീസൺ ഉണ്ട്. ചില സമയത്ത് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവാം, ചില സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നമ്മൾ. കുട്ടികൾ കാണിക്കുന്ന ഈ ഒരു ബിഹേവിയർ, അവർ കാണിക്കുന്ന എന്ത് ബിഹേവിയറും ആയിക്കോട്ടെ, ദർ ഈസ് നോ സച്ച് മീനിങ്ലെസ് തിങ്സ് ഇൻ ചൈൽഡ്സ് ബിഹേവിയർ. എല്ലാ കുട്ടികളിലും കണ്ടുവരുന്ന രണ്ട് ടൈപ്പ് ഓഫ് മോഡ് അല്ലെങ്കിൽ രണ്ട് സോണാണുള്ളത്. ഫൈറ്റ് ഫ്ലൈറ്റ് മോഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡ്. സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ എൻഗേജ്മെൻറ്റ് മോഡ്. കുട്ടികൾ സേഫായിട്ട് ഫീൽ ചെയ്യുമ്പോഴും അൺസേഫായിട്ട് ഫീൽ ചെയ്യുമ്പോഴും ഒരുപാട് തരത്തിൽ വേരിയസ് വേസ് ഓഫ് കോപ്പിംഗ് അപ്പ് ഉണ്ട് നമ്മുടെ എൻവിറോൺമെൻറ്റുമായിട്ട്. ഈ അൺസേഫ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പുറത്തുനിന്നുണ്ടാകുന്ന ഒരു കാര്യം മാത്രമാകണമെന്നില്ല. അത് ഉള്ളിൽ നിന്നും സംഭവിക്കുന്ന ചില ഫീലിങ്സ് ആകാം. നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടൊരു സ്ട്രെസ്സ് സംഭവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്കായിരിക്കും. പക്ഷേ ചില സമയത്ത് കുട്ടികൾ പെർസീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അത് റിയലി ഡേഞ്ചറസ് ആണ്, ലൈഫ് ത്രെറ്റനിങ് ആണെങ്കിലോ, അത് നേരെ ഫൈറ്റ് ഫ്ലൈറ്റ് ഫിയർ മോഡിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. ഈ ലൈഫ് ത്രെറ്റനിങ് എന്ന് പറയുമ്പോൾ അവർ പെർസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിക്കും അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ലായിരിക്കാം, പക്ഷേ അവർക്ക് സെൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പെർസീവ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് അല്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടായിരിക്കും ആ ഒരു എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ അവർക്ക് ഫീൽ ആകുന്നുണ്ടാവുക. നമ്മുടെ ബ്രെയിൻ എപ്പോഴും അലേർട്ടായിരിക്കും. നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻപുട്ടുകളെല്ലാം സേഫ് ആണോ, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്പേസ് എനിക്ക് സേഫ് ആണോ എന്ന് ഓൾവേസ് നമ്മുടെ ബ്രെയിൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ എൻഗേജ്മെൻറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ്, നോസ്, മൗത്ത് വിച്ച് വിൽ ഹെൽപ്പ് ടു സ്പീക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മസിൽസ്, നമ്മൾ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്ന മസിൽസ്, ഫേഷ്യൽ മസിൽസ്, നമ്മളെ ഒരുപാട് ചിരിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസിന് സഹായിക്കുന്ന മസിൽസ്, ദ വേ വിച്ച് വി ടോക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്ന കാര്യങ്ങൾ, ഇൻട്രാക്ട് ചെയ്യാൻ ബാക്കിയുള്ളവരോട് സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യങ്ങൾ, അതെല്ലാം ഒരു കുട്ടിക്ക് ഓക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സോഷ്യൽ എൻഗേജ്മെൻറ്റ് മോഡിലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡിൽ എപ്പോഴും നമ്മുടെ കുട്ടികൾ അവർക്ക് ആ സഡൻ ആയിട്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന കൺസേൺസ് എല്ലാം ഹൈപ്പർ മൊബൈൽ, ഹൈപ്പർ ആക്ടിവിറ്റി, ഒരുപാട് ഓടി നടക്കാം, ഒരുപാട് ജമ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വയം ഹാം ചെയ്യാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാം. പെട്ടെന്ന് സഡൻലി ചില കുട്ടികൾക്ക് ഒരു ചെറിയൊരു സ്മെല്ല് കിട്ടിയാലും ഇങ്ങനെ സ്മെല്ലിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് സ്മെല്ല് ചെയ്യാൻ അവർ ട്രൈ ചെയ്യാറുണ്ടായിരിക്കും. ഒരു സൗണ്ട് കേട്ടാലും പെട്ടെന്ന് അവരിങ്ങനെ ഞെട്ടി ഞെട്ടി നോക്കുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം അവർ നിൽക്കുന്ന ആ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്പേസ് സേഫ് ആണോ എന്ന് ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന സഡൻ ബ്രൈറ്റ് ലൈറ്റ്, ആ ഒരു ലൈറ്റ് സോഴ്സ്, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇപ്പോൾ നമ്മൾ കല്യാണ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ വരുമ്പോഴോ കുറേ ആളുകൾ കൂടിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കുറേ സൗണ്ടുകളായിരിക്കാം, നമുക്ക് കുറേ സ്മെല്ലുകൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ചിലവർ നമ്മളെ സ്നേഹത്തോടെ നമ്മുടെ കുട്ടികളെ താലോലിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് പേര് ടച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെല്ലാം അവരെ ഒരു ഓവർവെൽംഡ് ആയിട്ടാണ് അവർക്കത് ഫീൽ ചെയ്യുക. നമ്മുടെ ന്യൂറൽ പ്ലാറ്റ്ഫോം എപ്പോഴും അതിനെ ഫ്ലൈറ്റ് മോഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമല്ല. ചില സമയം കുട്ടികൾക്ക് ഇൻട്രോസ്പെക്ഷൻ, നമ്മുടെ ഇൻറ്റേർണൽ ഫീലിങ്സ് വഴിയും അവർ ഫീൽ ചെയ്യുന്നത് സേഫായിട്ടല്ല, ഇങ്ങനെ ഒരു ഓവർവെൽംഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ, ദേ ആർ ഫീലിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് തന്നെയായിരിക്കും പോവുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ദാഹം തോന്നി, നമുക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറുമെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ വിശക്കുമ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ വിശപ്പടങ്ങും, നമ്മുടെ ഇക്വിലിബ്രിയം ഓക്കെ ആകുമെന്നുള്ളത് നമുക്കറിയാം. ചില സമയത്ത് നമുക്ക് വയറുവേദന നന്നായിട്ട് എടുക്കണം, അപ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കേണ്ട, ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇതൊരു നോർമൽ ബ്രെയിനിൻ്റെ ഫംഗ്ഷനാണ്. ഇതെല്ലാം നമുക്ക് നോർമൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷനിൽ ഇതെല്ലാം വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. സോ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തകരാറിലായിരിക്കും.
അവർക്ക് ആ കിട്ടുന്ന സെൻസസ്, ഇന്റേണൽ സെൻസസ്, എനിക്കൊരു ദാഹം തോന്നുന്നു, എനിക്ക് വിശക്കുന്നത് കൊണ്ടാണ്, എനിക്ക് ആഹാരം കഴിക്കണം, വെള്ളം കുടിക്കണം, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. ആ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കാം, ചില സമയത്ത് ദേഷ്യമായിരിക്കാം കാണിക്കുന്നത്, ചില സമയത്ത് പ്രൊഡ്യൂസിങ് സോ മെനി നോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അനോയിങ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. നമ്മളെപ്പോഴും അത് ആസ് എ പേരൻസ് ചിലപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ശരിയല്ലേ ഞാനീ പറയുന്നത്? സോ കമ്മിങ് ടു ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, എപ്പോഴും നമുക്ക് താഴത്തുനിന്ന് മുകളിലോട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുക. അതൊരു സ്റ്റെയർ കേസ് കയറും പോലെ ആയിരിക്കും. ബ്രെയിൻ സ്റ്റെം, ലിംഫാറ്റിക് സിസ്റ്റം, ഫ്രണ്ടൽ കോർട്ടെക്സ്, അങ്ങനെയായിരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ഫോർമേഷൻ. ഒരു കുട്ടി സോഷ്യൽ എൻഗേജ്മെൻറ്റിൽ മോഡിലിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എക്സ്ട്രിമിറ്റീസിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ഓർഗൻസിലേക്കായിരിക്കും പോവുക. അത് നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിങ്ങിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ പോകുമ്പോഴോ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂടുകയാണ് ചെയ്യുക. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ക്രോണിക്കലി ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിലോ എപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആയിരിക്കും, നമ്മുടെ ഡൈജഷണൽ ഇഷ്യൂസ് കാണും, എപ്പോഴും കുട്ടി അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും. സോ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നിട്ട് മാത്രം കാര്യമില്ല. നമ്മൾക്ക് എങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ പേരൻസിനോട് പറയാനുള്ളൊരു കാര്യമാണ്, ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ ഒരു 4 കോളംസ് ആയിട്ട് തിരിക്കുക. നമ്മുടെ കുട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ ABCD അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ എ കോളത്തിൽ നമ്മുടെ കുട്ടി കാണിക്കുന്ന ബിഹേവിയറൽ ഇഷ്യൂ എന്താണ്, ആ ഒരു കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ഹൈപ്പറാണോ ഹൈപ്പോറോസലായിട്ടാണോ അവൻ പെരുമാറിയത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്തതെന്ന് സെക്കൻഡ് കോളത്തിലൊന്ന് എഴുതുക. മൂന്നാമത്തെ കോളത്തിൽ ആ ഒരു സമയം ആസ് എ പേരൻറ്റ് നിങ്ങൾ എന്താണ് ചെയ്തത്, അവനോട് ദേഷ്യപ്പെടുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ അവനെ കാമാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വന്ന തിങ്കിങ് എന്താണ്, അങ്ങനെ ഒരു കാര്യങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അടുത്തൊരു കോളത്തിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് ആൻറ്റിസിഡൻ്റ് ആയിട്ട് നമ്മുടെ കുട്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്, അവൻ്റെ ചുറ്റുപാടും എന്തെങ്കിലും സൗണ്ടുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരുപാട് ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നോ, അവൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ബസ്സിൻ്റെ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആംബുലൻസിൻ്റെ സൗണ്ട് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും സൗണ്ടുകളാണോ കേട്ടിരുന്നത്, അല്ലെങ്കിൽ അവൻ ഓക്കെ ആയിരുന്നോ അതോ പെട്ടെന്നാണോ ഈ ഇഷ്യൂയിലേക്ക് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീടുള്ള കാര്യമാണ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഊഹിച്ചു നോക്കാം. ചിലപ്പോൾ എൻ്റെ കുട്ടി വിശന്നിട്ടായിരിക്കും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവൻ്റെ സ്ലീപ്പ് ഇന്നലെ പ്രോപ്പർ ആയിരുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവൻ മോഷൻ കറക്റ്റായിട്ട് പാസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഒരു അൺവെൽ സിറ്റുവേഷനിൽ വന്നിട്ടാണോ, അവന് തൊണ്ടവേദന എടുക്കുന്നുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അവന് വയറുവേദന എടുക്കുന്നുണ്ടായിരിക്കുമോ, നമുക്കൊന്ന് അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതാണ് ഞാൻ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ആ ഒരു സമയത്ത് നിങ്ങൾ ലാസ്റ്റ് കൺക്ലൂഷൻ പാർട്ടിൽ എഴുതുക, വെദർ നിങ്ങളുടെ കുട്ടി ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലാണോ അല്ലയോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നും കൂടെ നിങ്ങൾ എഴുതണം. ചില സമയത്ത് നമ്മുടെ കുട്ടികൾ ഈ ബിഹേവിയേഴ്സ് എല്ലാം കാണിക്കുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ചില സമയത്ത് ഒരു മൗത്തിങ് പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില കുട്ടികൾ എപ്പോഴും കേബിൾസ് അല്ലെങ്കിൽ വയറൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ച് നടക്കാറുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി ചിലപ്പോൾ 1 മിനിറ്റ് ആവാം, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആവാം. ഇന്ന് ചിലപ്പോൾ 1 മിനിറ്റ് ആണെങ്കിൽ നാളെ അത് ചിലപ്പം ഒരു ഫ്യൂ സെക്കൻഡ് കൊണ്ട് തന്നെ അത് തീരാം. ആ ഒരു ഫ്രീക്വൻസി നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്യുക. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആസ് എ പേരൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വറീസ്, നിങ്ങളുടെ ടെൻഷൻസിനെ എല്ലാം വേറൊരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ കുട്ടികളുടെ ഈ ഓരോ കാര്യങ്ങളും നോക്കാനായിട്ട് പോകേണ്ടത്. നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നതിലോ ഒരു തെറാപ്പി സെൻ്ററിലൊക്കെ പോകുന്നതിലോ മാത്രമല്ല കാര്യം. ആ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു കോ റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ നിങ്ങൾ പേരൻസിന് കഴിയുന്നുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ കോ റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടി ഒരു ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ നമ്മൾ അവനോട് സംസാരിക്കുന്ന ഓരോ വാക്കുകളും, നമ്മുടെ ഓരോ സെൻറ്റൻസുകളും, ഓരോ ലെറ്റേഴ്സ് ബൈ ലെറ്റേഴ്സ് അവരുടെ നെർവസ് സിസ്റ്റം അത് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് സേഫ് ആണോ അല്ലയോ എന്നുള്ളത്. നമ്മുടെ ഓരോ ഇൻറ്റൻസും ഓരോ ഇമോഷൻസും നമ്മളെക്കാൾ കൂടുതൽ അവർക്കത് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ചിലപ്പോൾ ഒരു നോർമൽ ബ്രെയിൻ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നോട് അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇതെല്ലാം കറക്റ്റായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരാളോട് ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പുറത്ത് ഞാനൊരു ഒരു ഫേക്ക് സ്മൈൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഉള്ളിൽ ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ ഉള്ളിൽ ഇമോഷണലി ഡൗൺ ആയിട്ടോ ആണ് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരാൾക്ക് അത് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ അത് മനസ്സിലാവുമോ ഇല്ലയോ? തീർച്ചയായിട്ടും മനസ്സിലാവും, അല്ലേ? സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ വേർഡ്സിൻ്റെയും നമ്മുടെ ഓരോ ഇമോഷൻ
ഇമോഷൻസിനെയും നമ്മുടെ കുട്ടികളുടെ നെർവസ് സിസ്റ്റത്തിന് അത് ചെക്ക് ചെയ്യാനും അത് തിരിച്ചറിയാനുമുള്ള ഒരു കഴിവുണ്ട്. സോ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഇത്തരം ബിഹേവിയേഴ്സ് നമ്മൾ കാണുമ്പോൾ ആ ഒരു ബിഹേവിയർ എന്നെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടോ? ഓഫ് കോഴ്സ് തളർത്തും. ആ ഒരു ഇമോഷൻസ് ഞാൻ എന്നെ തന്നെ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്കാണോ, നമ്മൾ സ്വയം ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡൗൺ ആവുകയാണോ, നമ്മളത് ഒരുപാട് ദേഷ്യത്തിലേക്കാണോ കൊണ്ടെത്തിക്കുന്നത്? ചില സമയത്ത് ചില പേരൻസ് കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ടല്ലേ, ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ അടിക്കാനോ തല്ലാനോ ഒക്കെ നോക്കാറുണ്ട്. ആ ഒരു കാര്യത്തിലേക്കാണോ നമ്മളെ കൊണ്ട് എത്തിക്കുന്നതെന്ന് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് നമ്മളും സ്വയം പോകുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് അവിടെ കൂടും, നമ്മുടെ ബ്ലഡ് പ്രഷർ അവിടെ കൂടും, നമ്മുടെ ഇമോഷൻസ് അവിടെ കൂടും, നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ കൂടും. അപ്പോൾ നമ്മളുടെ ബോഡി സിസ്റ്റവും ഒരു ഡിഫൻസീവ് ലൈനിലേക്കായിരിക്കും ഓട്ടോമാറ്റിക്കലി വരിക. ഇത് നമ്മുടെ എല്ലാം നോർമൽ ബ്രെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓട്ടിസം സ്പെക്ട്രം അല്ലെങ്കിൽ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് എന്ത് തരം ടൈമിട്ട് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾക്കെല്ലാ മനുഷ്യർക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയുടെ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മുടെ ഇത്തരം ബിഹേവിയറൽ പാറ്റേൺസ് എപ്പോഴും നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓട്ടോമാറ്റിക്കലി ഫിസിയോളജിക്കൽ പാറ്റേൺസ് ചേഞ്ച് ആവുകയാണ് ചെയ്യുക. നമ്മുടെ ഹാർട്ട് ബീറ്റ് അവിടെ കൂടാം, നമ്മുടെ ബ്രീത്തിങ് കൂടാം, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാം. അപ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു ഡിഫൻസീവ് ലൈനിലേക്കായിരിക്കും എത്തുക. ഒരു പേരൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആസ് എ കോർ റെഗുലേറ്റർ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ആക്കുക അവരെത്ര ഹൈപ്പർ ആക്റ്റീവ് കാണിച്ചാലും എത്ര ഇമോഷണൽ ഇഷ്യൂസ് നടന്നാലും അവർ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലാണെങ്കിൽ പോലും നമ്മളവിടെ കാമായിട്ടാണോ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തത്, അവരത്രയും നമ്മുടെ കുട്ടികൾ ഔട്ട് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ അൺസേഫായിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന സമയത്ത് ആസ് എ പേരൻറ്റ് ഞാൻ എൻ്റെ കുട്ടിക്ക് ഇമോഷണലി അവൈലബിൾ ആയിരുന്നു, ഞാൻ റിലാക്സ്ഡ് ആയിരുന്നു, അവനെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോഴും അവനെ ഹഗ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ അവിടെ അവന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എൻ്റെ കാം ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരുന്നോ ഞാൻ എന്ന് നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഏറ്റവും കൂടുതൽ പേരൻസ് എന്നോട് ആദ്യം പറയാറുള്ളൊരു കാര്യം, ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് എന്നോട് എല്ലാവരും പറയുന്നത്. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ ഒരു കാം ആൻഡ് റിലാക്സ്ഡ് മൈൻഡിലേക്ക് നമുക്ക് സ്വയം എത്തിച്ചേരാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ കുട്ടി എപ്പോഴും ഒരു അഗ്രസീവായിട്ടുള്ള നേച്ചർ കാണിക്കുമ്പോൾ നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ടാണ് അല്ലെങ്കിൽ കുറച്ചൊരു ഡീപ്പ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കീപ്പ് ഓൺ പ്രാക്ടീസ്. അത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഒരു കാമിങ് അല്ലെങ്കിൽ ആ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് നിങ്ങളുടെ കുട്ടികളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കുട്ടികൾക്കാണ് ആവശ്യമെന്നുള്ളത് നിങ്ങൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അമിഗ്ഡാല നമ്മുടെ ബ്രെയിനിലുള്ളൊരു സ്മോൾ ആൽമണ്ട് ഷേപ്പുള്ള സ്ട്രക്ചറാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. വിച്ച് ഹെൽപ്സ് ടു കൺട്രോൾ അവർ ഇമോഷൻസ്, സോഷ്യൽ സ്റ്റിമുലൈ, മെമ്മറി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. നമ്മുടെ മെമ്മറീസിനെ ഫോം ചെയ്യുന്നതിനും നമ്മുടെ ബിഹേവിയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അമിഗ്ഡാല നിർവഹിക്കുന്നത്. സോ അമിഗ്ഡാല എപ്പോഴും പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് കോൺസ്റ്റൻ്റ്ലി ഒബ്സർവിങ് ഈ ഫിയർ, ഇമോഷൻസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പ്രിമിറ്റീവ് റിഫ്ലെക്സസ് ആർ സപ്പോസ് ടു ബി ദെയർ ഇൻ എ ചൈൽഡ് ഹു ബോൺ അറ്റ് 40 weeks of time. ആസ് ദർ വർക്ക് ഈസ് ഗെറ്റ് കംപ്ലീറ്റ് ഇറ്റ്സ് ഗെറ്റ് ഇൻറ്റിഗ്രേറ്റഡ്. അതായത് 12 months കൂടുതൽ പ്രിമിറ്റീവ് റിഫ്ലെക്സുകൾ ഒരിക്കലും കാണാറില്ല. പക്ഷേ ഈ പ്രിമിറ്റീവ് റിഫ്ലെക്സുകൾ പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ ആക്റ്റീവ് ആണ് ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ടും എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് സ്വയം റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഒരു കാര്യം, ടു ഗീവ് ദ റിസോഴ്സസ് ആൻഡ് പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ടു ദ ബ്രെയിൻ സോ ദാറ്റ് ഹിസ് ബ്രെയിൻ ക്യാൻ ഗെറ്റ് അപ്ഡേറ്റ് ആൻഡ് ലേൺ ദ ബെറ്റർ വേസ് ഓഫ് കോപ്പിംഗ് വിത്ത് ദ സ്ട്രെസ് അല്ലെങ്കിൽ സെൽഫ് റെഗുലേറ്റിംഗ് വിത്ത് ദ സ്ട്രെസ്. ദ ഫസ്റ്റ് വേ ഈസ് ഇൻറ്റിഗ്രേറ്റിംഗ് ദ റിഫ്ലെക്സസ്. So when we work on the stress level of a child, actually stress level അല്ല, when we work on the feeling safety of a child, നമുക്കതിൽ കാണാൻ കഴിയും എപ്പോഴും നമ്മുടെ സെൻസറി റിസപ്റ്റേഴ്സിൻ്റെ സെൻസിറ്റിവിറ്റി ചേഞ്ച്ഡ് ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെയും കേൾക്കുക അല്ലെങ്കിൽ പിന്നെയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും പേരൻസ് വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കുട്ടിക്ക് ഒരുപാട് ഹഗ് ചെയ്യുന്ന ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഹഗ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ചില സമയത്ത് ഹെയർ കട്ടിങ് സമ്മതിക്കുന്നില്ല, ചില സമയത്ത് ടച്ച് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ചില സമയങ്ങളിൽ ബ്രഷിങ് ടീത്ത്, പല്ല് തേക്കാൻ സമ്മതിക്കുന്നില്ല, അവൻ്റെ ഫേസിന് ചുറ്റും ഒരു സെൻസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയെല്ലാം പറയുമ്പം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കുട്ടിയുടെ ടാക്റ്റൈൽ സിസ്റ്റം ഏതർ അതൊരു ഹൈപ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഹൈപ്പോ ആയിരിക്കും.
സോ ഫസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ടാക്ടിൽ സിസ്റ്റത്തിനെ പറ്റിയാണ്. നെക്സ്റ്റ് ആണ് വെസ്റ്റിബുലാർ സിസ്റ്റം. എപ്പോഴും നമ്മുടെ ബോഡിയുടെ ബാലൻസ് ആയിരിക്കും വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. സോ വെസ്റ്റിബുലാർ സിസ്റ്റം ഓൾവേസ് ഹെൽപ്പ് us to know how our body is moving, in what speed my body is moving. സോ നമ്മുടെ ഒരു വെസ്റ്റിബുലാർ സിസ്റ്റം എപ്പോഴും ഒരു ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോറോസ്ഡ് ആകുമ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾ ഓടി നടക്കുന്നു, എപ്പോഴും ഒരിടത്ത് ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ വട്ടത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സ്വിങ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കാര്യം എപ്പോഴും അവരിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ അടുത്തൊരു സിസ്റ്റമാണ് പ്രോപ്രിയോസെപ്റ്റീവ് സിസ്റ്റം. പ്രോപ്രിയോസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ജോയിൻസിലും അത് പ്രസൻ്റ് ആയിരിക്കും, ആൻഡ് മസിൽ ബെല്ലിയിലും അത് പ്രസൻ്റ് ആയിരിക്കും. സോ ഈ ഒരു സിസ്റ്റം നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഗ്രേഡേഷൻ ഓഫ് പവർ അറിയാനായിരിക്കും. നമ്മളൊരു ആപ്പിൾ പിടിക്കുന്ന അതേ പവറിലായിരിക്കില്ല നമ്മളൊരു ഡംബിൾ എടുത്ത് പിടിക്കുന്നുണ്ടാവുക. രണ്ടിനും രണ്ട് പവറാണ് അല്ലേ. ആൻഡ് പേരൻസ് പറയുന്ന ഏറ്റവും വലിയ കംപ്ലയിൻറ്റ്സ് ആയിരിക്കും നമ്മുടെ കുട്ടികൾ പേന പിടിക്കും അല്ലെങ്കിൽ പെൻസിൽ പിടിക്കും, ഭയങ്കര പവർ ഉപയോഗിച്ച് പിടിക്കുന്നു, അല്ലെങ്കിൽ അവരെ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ഹഗ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ചില സമയത്ത് നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ടാവുക. ചില സമയത്ത് അവരൊരു കാര്യം അവർ ഹോൾഡ് ചെയ്യുമ്പോൾ അവർ വളരെ ലൈറ്റായിട്ടായിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, അവർ ശരിക്കും പവർ യൂസ് ചെയ്യുന്നേ ഉണ്ടായിരിക്കില്ല. സോ എപ്പോഴും ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രോപ്രിയോസെപ്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്രിയോസെപ്റ്റീവ് സിസ്റ്റം നമ്മുടെ ബ്രെയിനിലേക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കുന്നേ ഇല്ല. അതായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. നമ്മളിപ്പോൾ പ്രോപ്രിയോസെപ്റ്റീവ് പറഞ്ഞു, വെസ്റ്റിബുലാർ പറഞ്ഞു, ടാക്ടിൽ സിസ്റ്റം പറഞ്ഞു. അടുത്തത് എന്താണ്? വിഷൻ. സോ ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ, മുടിയൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഒരു ക്യാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം കുട്ടികൾ. അവിടെ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? പെട്ടെന്ന് ഒരു ലൈറ്റ് സോഴ്സ്, അത് നമുക്കത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ലൈറ്റിൻ്റെ ബ്രൈറ്റ് സോഴ്സ് അവർക്ക് കറക്റ്റായിട്ട് റിസീവ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. സമയത്ത് നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് നമ്മുടെ റൂമിലുണ്ടാകുന്ന ചില വസ്തുക്കളുടെ കളേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റൂമിലെ പെയിൻറ്റിൻ്റെ കളറായിരിക്കാം, ചില സമയത്ത് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. നമ്മുടെ കുട്ടികൾ പല ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അവരുടെ വിഷ്വൽ സിസ്റ്റം ആ ഒരു ഇൻപുട്ടിനെ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പെർസീവ് ചെയ്യുന്നത് വളരെ ഒരു ഡിഫറെൻറ്റ് മാനറിലാണ്, അവർക്കൊരു അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷനായിട്ടാണ് അപ്പോൾ തോന്നുന്നത് എന്നാണ്. ഓഡിറ്ററി സിസ്റ്റം. സോ എപ്പോഴും ഓഡിറ്ററി സിസ്റ്റത്തിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേലും, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് പുറത്തോടെ പോകുന്ന ഒരു വാഹനത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് അത്രയും ദൂരത്താണ്, അത് വന്ന് എന്നെ ഇടിക്കാൻ പോകുന്നില്ല, പക്ഷെ അത് അങ്ങ് ദൂരത്തു നിന്നാണ് വരുന്നതെന്നുള്ളത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ബിൽഡിങ്ങിൽ ഒരു വാക്വം അല്ലെങ്കിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണത്, അല്ലെങ്കിൽ ഇവിടെ ഒരു മിക്സിയുടെ സൗണ്ടാണ് കേൾക്കുന്നതെന്ന് എനിക്കത് ഇമാജിനേഷനിലേക്ക് കൊണ്ടുവരാനും എനിക്കത് തിരിച്ചറിയാനും പറ്റുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അത് പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോഴും ചില ഇഷ്യൂസ് കാണിക്കും. ചില സമയത്ത് കുട്ടികൾ ചിലപ്പോൾ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ടാവാം, ചില സമയത്ത് ഇങ്ങനെ ആക്ഷൻസ് കാണിക്കുന്നുണ്ടാവാം. ഈ ആക്ഷൻസ് എല്ലാം കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റത്തിൽ എപ്പോഴും ഒരു ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ ഓറോസിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇൻട്രോസെപ്ഷനും വർക്ക് ചെയ്യുക. ചില സമയത്ത് നമ്മുടെ ഇന്നർ ഫീലിങ്സ്, നമുക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് വയ്യ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. So when a child is feeling more stressed out, or he is more feeling unsafe when he is in flight fight mode, ഈ ഒരു സമയത്തെല്ലാം നമ്മുടെ ഓരോ സെൻസറി റിസപ്റ്റേഴ്സിൻ്റെയും സെൻസിറ്റിവിറ്റി ചേഞ്ച് ആകുന്നുണ്ടായിരിക്കും. സോ വെൻ വി മേക്ക് ദം മോർ കാം ഓർ ഗ്രൗണ്ടഡ് ഓർ ഇൻറ്റിഗ്രേറ്റിംഗ് ദ റിഫ്ലെക്സസ്, ഈ ഒരു സമയത്തെല്ലാം നമ്മൾ പോലും ഓരോ റിസപ്റ്റേഴ്സിലും വർക്ക് ചെയ്യാതെ നമ്മുടെ കുട്ടികളുടെ സെൻസിറ്റിവിറ്റി, ആ ഒരു കറക്ഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ ഡെവലപ്പ് ആയാണ് വരിക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇഷ്യൂ പറഞ്ഞു. ചില കുട്ടികൾക്ക് ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ മൗത്തിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് മാത്രമായിരിക്കില്ല ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ചില സമയത്ത്, ബിലീവ് മീ, വി ഹാവ് ഓൾറെഡി ഡൺ ദിസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില സമയത്ത് കൊടുക്കുന്ന ഓറൽ മോട്ടാർ റിഫ്ലെക്സുകളായിരിക്കാം, അല്ലെങ്കിൽ ഫേഷ്യൽ മസിൽസിന് ചില എക്സർസൈസുകളായിരിക്കാം കൊടുക്കുന്നുണ്ടാവുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്നു, അവർ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നു, അവരുടെ ഫൈൻ മോട്ടാർ സ്കിൽസ് ഡെവലപ്പ് ആകുന്നു. പക്ഷേ നമ്മൾ അവിടെ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ മാത്രമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിസപ്റ്റിൽ മാത്രമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല. സോ അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് ഒരു കാമിങ് സ്റ്റേറ്റിലേക്ക് അത് വരുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം, സ്റ്റേറ്റ് ഓഫ് ഹോമിയോസ്റ്റാസിസ്, ഇങ്ങനെ. സോ നമ്മുടെ മോറസ് റിഫ്ലെക്സ് എപ്പോഴും പ്രസൻ്റ് ആയിട്ടിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫൈറ്റ് ഫ്ലൈറ്റ് മോഡ്, എപ്പോഴും നമ്മുടെ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവിലേക്ക് പോകാം, ഹൈപ്പർ ആക്റ്റീവ്ഡ് ആവാം. ചില സമയത്ത് അലർജിക്, എന്താ പറയുക, ചില ഫുഡ് സബ്സ്റ്റൻസിനോട് അലർജി കാണിക്കുന്നുണ്ടായിരിക്കാം, ഗട്ട് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ കുട്ടി ഒരു ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ആ റിഫ്ലെക്സ് ഇപ്പോഴും ഇൻറ്റിഗ്രേറ്റ് ആവാതെ ആ കുട്ടിയിൽ പ്രസൻ്റ് ആണ്.
അപ്പോൾ ഈ മോറോസ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് റിഫ്ലെക്സ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിയർ പാരലിസിസ് റിഫ്ലെക്സ്. ഈ ഫിയർ പാരലിസിസ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാ യൂട്രൈൻ റിഫ്ലെക്സ് ആണ്. സോ നമ്മുടെ ഫിയർ പാരാലിസിസ് റിഫ്ലെക്സ് എപ്പോഴും 5th വീക്ക് ഓഫ് പ്രഗ്നൻസിയിൽ പ്രസൻ്റ് ആയിരിക്കും. അവിടെ നിന്ന് അത് പതുക്കെ മെച്യൂർ ആകുന്നത് ഒരു 32 വീക്ക് ഓഫ് പ്രഗ്നൻസി ആകുമ്പോഴത്തേനും അത് മെച്യൂർഡായി അത് മോറോസ് റിഫ്ലെക്സിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ആവുകയാണ് ചെയ്യുക. ഫിയർ പാരാലിസിസ് റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ആ ഒരു ടേമിൽ തന്നെയുണ്ട്. ഫിയർ ആൻഡ് പാരാലിസിസ്. എപ്പോഴും കുട്ടി ഒരു ഫ്രീ സോണിലായിരിക്കും. അവൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് ചില സമയത്ത് നമ്മൾ കാണാം. ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവൻ്റെ ലേണിംഗ്, ഇമോഷണൽ ഇഷ്യൂസ്, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫിയർ പാരാലിസിസ് റിഫ്ലെക്സ് സ്റ്റിൽ അവിടെ പ്രസൻ്റ് ആണ്. സോ ഈ ഒരു ഫിയർ പാരാലിസിസ് റിഫ്ലെക്സ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരു ഡോക്ടറിൻ്റെയോ തെറാപ്പിസ്റ്റിൻ്റെയോ സജഷൻ എടുത്തിട്ട് വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസിൽ വെച്ചിട്ട് വേണം മാത്രമാണ് നിങ്ങൾ ചെയ്യാവൂ. പക്ഷേ വാട്ട് ഐ ക്യാൻ ഗൈഡ് യു, ഒരു ചെറിയ 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഫിയർ പാരാലിസിസ് എപ്പോഴും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രീ ബർത്ത് മൂവ്മെൻറ്റ്സ്. പ്രീ ബർത്ത് മൂവ്മെൻറ്റ്സിൽ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുട്ടിക്ക് അതിൻ്റെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ FPR അല്ലെങ്കിൽ ഫിയർ പാരാലിസിസ് റിഫ്ലെക്സ് പതുക്കെ മോറോസിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ആവുകയാണ് ചെയ്യുന്നുണ്ടാവുക. സോ പ്രീ ബർത്ത് മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കുട്ടികളിൽ കുറേ ചേഞ്ചസ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മുടെ ബോഡി തന്നെ ഡീടോക്സിഫൈ ചെയ്യാൻ സ്റ്റാർട്ടാവും. ചില സമയത്ത് നമ്മൾ കുട്ടികളുടെ ബോഡിയിലെല്ലാം എപ്പോഴും ചെറിയ ചെറിയ റാഷസ് കാണാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫീവർ വരാറുണ്ട്. ചില സമയത്ത് ഡയറി ആകാം, ആൻഡ് സം ടൈംസ് ഇറ്റ് മേ കഫ് വിത്ത് മ്യൂക്കസ്, സ്നീസിങ്, അലർജിക് റൈനൈറ്റിസ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് കുട്ടികളിൽ പ്രസൻ്റ് ആയിട്ടുണ്ടായിരിക്കാം. സോ ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു ബ്രെയിൻ സ്റ്റെം ആയിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ പ്രിമിറ്റീവ് റിഫ്ലെക്സുകളുടെ ഒരു സീറ്റാണ്. അതിൻ്റെ തൊട്ട് എബോവ് ആയിട്ടായിരിക്കും നമ്മുടെ ലിംബിക് സിസ്റ്റം വരിക, ആൻഡ് അതിനെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് വരിക. ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ഹയർ ഫംഗ്ഷനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ. സോ ആ പ്രിമിറ്റീവ് റിഫ്ലെക്സുകളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലേക്ക്, ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, ലേണിംഗ്, മെമ്മറി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് ലിംബിക് സിസ്റ്റത്തിലേക്ക് ഒരു കണക്ഷനാണ് നമ്മൾ പ്രിമിറ്റീവ് റിഫ്ലെക്സുകളിൽ വർക്ക് ചെയ്യുമ്പം അവിടെ ഡെവലപ്പായി വരുന്നത്. സോ പ്രീ ബർത്ത് മൂവ്മെൻറ്റ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികൾ ചില സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ വരുന്ന പേരൻസ് എല്ലാം ചില സമയത്ത് നോട്ടീസ് ചെയ്തിട്ട് എന്നോട് പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ കുട്ടി പണ്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ടിരുന്ന, ഹൈപ്പർ ആക്റ്റീവൊക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ കുറഞ്ഞതായിരുന്നു ഡോക്ടറെ. പക്ഷേ ഈ ചില വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്ത് പറഞ്ഞാലും നല്ല അനുസരണയുള്ള മോനാണ്, പക്ഷേ ചില സമയത്ത് അവൻ കേൾക്കുന്നില്ല. അവൻ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ എതിർത്ത് നിൽക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും നോയാണ് പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അതെന്ന് ചോദിക്കാറുണ്ട്. ദ മെയിൻ റീസൺ ഈസ് നമ്മൾ നാച്ചുറലി അല്ലെങ്കിൽ ന്യൂറോ ടിപ്പിക്കലി ഈ ഒരു സ്റ്റേജിലൂടെ പോയേ മതിയാവൂ. നമ്മുടെ എല്ലാ കുട്ടികളും ഒരു 24 മന്ത്സ് ആകുമ്പോഴത്തേക്കിനും അവരെല്ലാം നോ പറയാൻ പഠിക്കുന്നതാണ്. അതൊരു നാച്ചുറൽ ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ നമ്മുടെ ചില സമയത്ത് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ, അത് 4 വയസ്സോ 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടികളായിക്കോട്ടെ, വെൻ വി ആർ വർക്കിംഗ് ഓൺ ദെയർ പ്രീ ബർത്ത് മൂവ്മെൻറ്റ്സ്, അവർ പതുക്കെ പതുക്കെ നോ പറയാൻ തുടങ്ങും. അവർ ചില സമയത്ത് പണ്ട് എത്രത്തോളം അനുസരിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ കമ്പയർ ചെയ്യുക. പക്ഷേ അവരുടെ ഡെവലപ്മെൻറ്റ് കറക്റ്റായി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് വെൻ ദേ ആർ സ്റ്റാർട്ടിങ് ടു സേ നോ. സോ അവരുടെ ഒരു ഈഗോയും ഈ ഒരു സ്റ്റേജിൽ പതുക്കെ പതുക്കെ ഡെവലപ്പായി വരും. അതുകൊണ്ടാണ് ആ നോ എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ കുട്ടികൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു സമയത്ത് അവർ കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. അവർക്ക് എപ്പോഴും നമ്മുടെ കുറച്ചുകൂടെ കൂടുതൽ ഹഗ്ഗിങ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ അവർ സീക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം അവരുടെ ഡെവലപ്മെൻറ്റ് കറക്റ്റായി വരുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ചില സമയത്ത് നമ്മുടെ കുട്ടികൾ നമ്മൾ ഈ വർക്കൗട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വെൻ വി ആർ വർക്കിംഗ് ഓൺ ദ പ്രീ ബർത്ത് മൂവ്മെൻറ്റ്സ്, എപ്പോഴും ഡ്രീമിങ് ഒരു ഇഷ്യൂ ആണ്. ചില സമയത്ത് ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് കരയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് ഒരുപാട് ചിരിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സബ് കോൺഷ്യസ് ആയിട്ട് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നും ആ ഒരു സിസ്റ്റം പതുക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഹൗ ടു വർക്ക് ഓൺ യുവർ മോറോസ് റിഫ്ലെക്സ്. മോറോസ് റിഫ്ലെക്സിൽ വർക്ക് ചെയ്യാൻ ദർ ഇസ് ലോട്ട് ഓഫ് ഐഡിയാസ് ആൻഡ് ലോട്ട് ഓഫ് ടെക്നിക്സ്. പക്ഷേ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ പേരൻസിനോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബെല്ലി ബാലൻസ്. സോ ബെല്ലി ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബെല്ലി ബട്ടണിലും നമ്മുടെ ട്രിപ്പിൾ വാമിംഗ് അലാറം പോയിന്റിലും നമ്മുടെ കൈകൾ വെച്ചിട്ട് പൾസേഷൻ ഒന്ന് നോക്കുക. ആ ഒരു ടെക്നിക്കായിരിക്കും. നിങ്ങൾ ഒരുപാട് പേര് അത് കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലവരത് ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളിവിടെ അത് ചെയ്ത് തുടങ്ങിയ പേരൻസിലെല്ലാം ഞാൻ ആ കുട്ടികളിൽ, അവരുടെ ബിഹേവിയറിൽ, അവരുടെ കൂടുതൽ ഹാപ്പിനെസ്സിൽ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിലെല്ലാം ആ ഒരു ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട്.
ഈ ഒരു ക്ലാസ്സിലൂടെ ഏറ്റവും കൂടുതൽ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളോട് സ്വയം ചെയ്യാനല്ല പറയേണ്ടത്. എപ്പോഴും നിങ്ങളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഗൈഡൻസിലൂടെ മാത്രമാണ് ഫസ്റ്റ് നിങ്ങളുടെ കുട്ടിയുടെ കണ്ടീഷൻ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇതിലേക്കെല്ലാം പോകാവൂ. സോ വെൻ വി ആർ ട്രൈങ് ദിസ് പ്രീ ബർത്ത് മൂവ്മെൻറ്റ്സ് ആൻഡ് ഓൾ ദീസ് തിങ്സ് മോറോസ് ആൻഡ് എവറിത്തിങ്, നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അവരുടെ ഫോക്കസിങ് കറക്റ്റ് ആവുന്നു, അവർ കൂടുതൽ കാമിങ് ആവുന്നു, ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ലേണിംഗ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു അതിനകത്ത്. സോ ഓൾവേസ് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നിങ്ങളിതെല്ലാം ഫോളോ ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിലെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുട്ടികളിൽ നടക്കുന്ന ഓരോ സിംറ്റംസും അതിൻ്റെ ഫ്രീക്വൻസി, അതിന് തൊട്ട് മുമ്പ് നടന്ന ഇൻസിഡൻസ് എന്തൊക്കെയാണ്, അവരുടെ ചില ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, എൻ്റെ കുട്ടികൾക്ക് ഇനി എന്നോട് പറയാൻ കഴിയാത്ത എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടോ, ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ആൻസേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും. ആൻഡ് മോർ ഓവർ ഇമോഷണലി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അവൈലബിൾ ആകാതെ ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു തെറാപ്പി സെൻറ്ററിലേക്കോ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഐ നോ ദാറ്റ് എല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ അണ്ടിൽ ആൻഡ് അൺലെസ് നമ്മുടെ കുട്ടികൾ ഓക്കെ ആവുന്നവരെ നമുക്കൊരു ഹാപ്പിനെസ് വരില്ല. എല്ലാ പേരൻസും എന്നോട് പറയാറുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഓക്കെ ആവാതെ നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സെൻറ്ററിലോ ഹോസ്പിറ്റലിലോ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്നും കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. വീടുകളിൽ നമുക്കിത് ഫോളോ ചെയ്തേ മതിയാവൂ. വീടുകളിൽ ഇത് ഫോളോ ചെയ്യണമെങ്കിൽ പേരൻസ് കുറച്ചുകൂടെ കാമായിരിക്കണം. അവർ എപ്പോഴും ആ ഒരു ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിൽ നിന്ന് തിരിച്ചു വരണം. അവരെപ്പോഴും കുറച്ചുകൂടി ഒരു ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഇമോഷണലി കുട്ടികൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികൾക്ക് അത്രയും നല്ലൊരു ചേഞ്ചസ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയൂ. അവരെ കുറച്ചുകൂടി ഇൻഡിപെൻഡൻസിയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയൂ. താങ്ക് യു.